Hi, hello, and welcome back to my channel. My name is Pranavia, and I'm a second prof BAMS student at KMC. കേരളം ഇന്ന് മറ്റൊരു വെല്ലുവിളിക്ക് കൂടി വേദിയായിരിക്കുകയാണ്. ജ്വരത്തിന്റെ വകഭേദത്തിൽപ്പെടുത്താൻ കഴിയുന്ന വെറ്റ് നെയിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. 10 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം കോഴിക്കോട് നിന്നും അതിൽ ഒരാളുടെ അവസ്ഥ വളരെ ഗുരുതരവുമാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വൈറസ് ബാധിതയുള്ളവരിൽ 1% പേർക്ക് തലച്ചോറിനെ മാരകമായി ബാധിച്ച് രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നതിനും സാധ്യതയുള്ളതായി പറയപ്പെടുന്നു. വൈറസ് ബാധിതരുടെ രക്തം, CSF എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ടെസ്റ്റുകളുടെ ഫലമായാണ് വെറ്റ് നെയിൽ സ്ഥിരീകരിച്ചത്. ആരാണ് വെറ്റ് നെയിൽ? എങ്ങനെയാണ് ഇത് പകരുന്നത്? മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരുമോ, അതോ മൃഗങ്ങളിൽ നിന്നുമാണോ ഇത് പകരുന്നത്? നമുക്ക് 1937 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തിയത്. പ്രകൃതിദത്തപരമായി പക്ഷികളിൽ കാണപ്പെടുന്ന ഒരുതരം വൈറസാണ് ഇവ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ഇതിൻ്റെ വസ്തുത. എന്നാൽ ആര് വഴിയാണ് മനുഷ്യർക്ക് ഈ രോഗം പകരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ക്യൂലെക്സ് കൊതുകിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ക്യൂലെക്സ് കൊതുകുകൾ വഴി ഈ രോഗം പകരുന്നു. എങ്ങനെയെന്ന് പ്രകൃതിദത്തമായി പക്ഷികളിലും മൃഗങ്ങളിലുമാണ് ഈ വൈറസ് കാണപ്പെടുന്നത്. അപ്പോൾ ക്യൂലെക്സ് കൊതുക് വന്ന് ഇവയെ കുത്തുന്നു. അപ്പോൾ ഈ വൈറസ് കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ വെച്ച് ഇതിന് പലതരത്തിലുള്ള ഡിവിഷൻസ് സംഭവിക്കുന്നു. അത് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തു. ആ വൈറസ് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ കൊതുക് വന്ന് മനുഷ്യരെ കുത്തുമ്പോൾ ആ വൈറസ് പാർട്ടിക്കിൾ ഈ മനുഷ്യ ശരീരത്തിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ആവുന്നു. അങ്ങനെ മനുഷ്യർ രോഗബാധിതരായി. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഷീസ്, ദ അഡൽട്ട് Culex mosquito may be measured about 4 to 10 mm. The adult morphology is typical of flies, is in the suborder Nematocera with the head, thorax and abdomen clearly defined and the 2 forewings held horizontally over the abdomen when it is at rest. As in all Diptera capable of flight, the second pair of wings is reduced and modified into tiny inconspicuous halters. They are eukaryote, belongs to Animalia, kingdom Animalia, phylum Arthropoda, class Insecta, order Diptera, family Culicidae, genus Culex, species in a type Culex pipens, lineage discovered this in 1758. അതിൻ്റെ ഡൈവേഴ്സിറ്റി ഞാനിപ്പോൾ 14 എണ്ണമാണെന്ന് പറഞ്ഞെങ്കിലും ടോട്ടൽ വേൾഡിൽ മൊത്തത്തിൽ 1000 സ്പീഷീസിന് കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കിൾ എന്ന് പറയുന്നത് ദ ഡെവലപ്മെന്റ് സൈക്കിൾ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ഇസ് ടേക്ക് അബൌട്ട് 2 weeks in the warm water. The metamorphosis is the type of holometabolism in the insect. The female lays eggs in the tracts of many 300 on the water surface. Suitable habitat for the egg laying in the small body, standing fresh water puddles, pool, ditches, tin cans, buckets, bottles and water storage tanks, etc. The tiny cigar-shaped dark brown eggs adhere to each other through the addition process, not any kind of semen, and they are easily separated. Eggs hatch only in the presence of water, and their larvae are obligately aquatic, linear in form, and maintain their position and mostly vertical altitude in water by movements of their bristle mouth parts. To swim, they lash their bodies back and forth through the water. During the larval stage, the insect lives submerged in water and feed on the particles of the organic matter, microscopic organisms of the plant material. After several instars, it then develops into pupa. Unlike the larvae, the pupa is chroma-shaped. It does not feed but can swim in rapid jerking motions to avoid potential predators. It must remain in the regular contact with the surface to breathe. But it must not become desiccated. After 24 to 48 hours, the pupa ruptures and the adult emerges from the shed exoskeleton. And
ദെൻ ഇതെല്ലാം വലുതായി കഴിഞ്ഞ് അവസാനം സാധാരണ ഈ ക്യൂലക്സ് കൊതുകിൻ്റെ കുത്താറുള്ളത് രാത്രി കാലങ്ങളിലാണ്. അതായത് ഫീമെയിൽ മൊസ്കിറ്റോ ആണ് സാധാരണ ഇങ്ങനെ കുത്താറുള്ളത്. പിന്നെ ഈ ഡിസീസ്, വെക്ടർ ഓഫ് എ ഡിസീസ് എന്ന് പറയാൻ കാരണം ഡിസീസ് ബോൺ ബൈ one or more species of Culex mosquito, varying in the depends of the species of vector. Some are rarely and only incident of transmitted by the Culex species, but the Culex and closely related genera of the Culisine mosquito readily support the perennial epidermis of them. Certain major diseases of them become established in the particular region. Arbovirus, nematode, protist. അങ്ങനെ 2011 ആലപ്പുഴയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 2019 ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു 6 വയസ്സുകാരൻ്റെ മരണവും ഈ വെറ്റ് നെയിൽ കാരണം സംഭവിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ അതായത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് വഴി ഈ രോഗം പകരില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എങ്ങനെയൊക്കെ ഇത് നമ്പർ 1 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നമ്പർ 2 ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്പർ 3 ബ്രസ്റ്റ് ഫീഡ്. സിംറ്റംസ് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? നമ്പർ 1 ഫീവർ, നമ്പർ 2 ഹെഡേക്ക്, നമ്പർ 3 ബോഡി ഏക്ക്, 4 nausea and vomiting, 5 swollen lymph, 6 diarrhea, 7 rash, 8 joint pain, number 9 sore throat, and finally it's number 10 പെയിൻ ബിഹൈൻഡ് യുവർ. എന്നാൽ ഈ രോഗബാധ്യത ഉള്ളവരിലും 75% പേരിൽ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. എന്നാൽ സിവിയർ ആകുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ അതെന്തൊക്കെയായിരിക്കും? സിവിയർ ആകുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ സിവിയർ ഇൽനെസ് ഇൻക്ലൂഡിങ് സ്റ്റിഫ്നെസ് ഓഫ് നെക്ക്, പാരാലിസിസ്, മസിൽ വീക്ക്നെസ് ആൻഡ് ഓൾസോ ഡിസ്ഓറിയന്റേഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പൊതുവെ പറയാറ്. അപ്പോൾ ഈ രോഗത്തെ തടയാൻ കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്പർ 1 റിമൂവൽ ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഈ കൊതുകുകൾ പെരുകുന്നത്. അപ്പോൾ ആ അവസ്ഥകൾ ഒഴിവാക്കുക. അലക്ഷ്യമായി വലിച്ചെറിയുന്ന കുപ്പി, പാത്രങ്ങൾ, ടയറ്, അതുപോലെ തന്നെ അലക്ഷ്യമായ പിന്നെ PVC പൈപ്പ്, ഇതിലൂടെ ചിലപ്പോൾ ചോർച്ച ഉണ്ടാകാം. അതുവഴി നമുക്ക് അവിടെയൊക്കെ കൊതുക് പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കുക. നമ്പർ 2 മൊസ്കിറ്റോ ട്രാപ്പ്, അത് സെറ്റ് ചെയ്യാം. അതായത് സാധാരണ നമ്മളിപ്പോൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ കൊതുക് വലകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ കൊതുകിനെ ട്രാപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടൊരു വാക്സ് ട്രാപ്പ്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡോ കാർബൺ ഡയോക്സൈഡോ അങ്ങനെ എന്തോ അത് വെച്ചിട്ട് ഒരു ചെറിയൊരു അതായത് മാഗ്നറ്റിക് ഒരു ടെക്നിക്കാണ്. അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ പേരറിയില്ല. അതൊരു ട്രാപ്പാണ്. അതുപോലെ നമുക്ക് ബാറ്റുകൾ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള മെത്തേഡ്സാണ്. നമ്പർ 3 അതായത് നാച്ചുറലി കൊതുകിന് റിപ്പലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തുക. നമ്മുടെ നാട്ടിൽ അതായത് പ്ലാന്റ്സ് വളർത്തുമ്പോൾ ഈ ബേ ലീവ്സ് അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ്, പിന്നെ ലെമൺ ഗ്രാസ് അതൊക്കെ വളർത്താം. പിന്നെ ലവണ്ടർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അത് നിൽക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ് അതിനെയൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സെറ്റപ്പ് എ ഫയർ പിറ്റ്, ചെറുതായിട്ടൊന്ന് പൊകിക്കുക, വീടൊക്കെ ഒന്ന് ചെറിയൊരു പുകയ്ക്കുക. ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ അപരാജിത ധൂപന ചൂർണം അതൊക്കെ വെച്ച് പുകയ്ക്കുക. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഈ വേപ്പ് മരം അസാഡ് എറക്റ്റ ഇൻഡിക്ക അതുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഷെയ്ഡിലിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് പൊകിക്കാൻ, അത് പൊടിക്കുമ്പോഴത്തേക്ക് പൊടിയായിട്ടാണല്ലോ കിട്ടുന്നത്, അതിനെ ഒന്ന് പൊടിച്ച് എടുക്കുകയാണെങ്കിൽ അത് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുന്തിരിക്ക ഉപയോഗിക്കാം. അങ്ങനെ വീടൊന്ന് ഒരു ഫ്യൂമിഗേഷൻ ചെയ്യുകയാണെന്ന്. പിന്നെ മൊസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടുള്ള സ്പ്രേ ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ യൂസ് ഓഫ് ലെമൺ ആൻഡ് യൂക്കാലിപ്റ്റസ് ഓയിൽ, അത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഈയിടെയായിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബ്രിങ് ഔട്ട് എ ഫാൻ ഇട്ടിരിക്കുക, അപ്പോഴത്തേക്കും കൊതുക് പറന്നു വരില്ല.
അതിനെ നമുക്ക് അകറ്റി നിർത്താം. പിന്നെ ഡീക്ലട്ടർ യുവർ യാർഡ്സ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ചുറ്റും പരിസരത്ത് ഒരുപാട് കാടൊക്കെ വളർന്നു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് എന്താ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഭംഗിയായി. ഇതിനായിട്ട് വാക്സിൻസോ അതുപോലെ ആൻറ്റിവൈറൽ ചികിത്സകളോ ഒന്നും തന്നെ ഇല്ല, ചികിത്സകളൊന്നുമില്ല. അപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മെഡിക്കമെൻറ്റ്സ് യൂസ് ചെയ്യുക. ഒരു കാരണവശാലും സ്വയം ചികിത്സ കുറഞ്ഞ ആൾക്കാർ, ആയുർവേദത്തിൽ വ്യാധിക്ഷമത്വം എന്ന് പറയും. അപ്പം അത് കുറഞ്ഞ ആൾക്കാരിലാണ് ഇത് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതായത് കൊച്ചുകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ആൾക്കാർ, അതായത് ഒരു 60+ ആൾക്കാർക്കും ഇത് പടരാനുള്ള അല്ലെങ്കിൽ ഇത് ബാധിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതെ നമ്മൾ തന്നെ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക.